അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഹാവ് ഹാസിന്റെ എന്താണ് വെർബിന്റെ കൂടുതൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ എന്താ പഠിച്ചത്? ഹാവ് ഹാസ് എന്നുള്ളത് ഉണ്ട് എന്നുള്ള അർത്ഥമാണ് പഠിച്ചത് കേട്ടോ. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട്. ഹി ഹാസ് എ കാർ, അവനൊരു കാർ ഉണ്ട്. എന്താണ് പിന്നെ ഐ ഹാവ് എ ലാപ്ടോപ്പ്, എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്. ഇനി അവക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, എങ്ങനെ വരും? ഷീ ഹാസ് എ ലാപ്ടോപ്പ് അല്ലെ. ഉണ്ട് എന്നുള്ള അർത്ഥമാണ് ഇത്രയും പഠിച്ചത് അല്ലെ. ഇനി വേഗം പഠിക്കുന്നത് വെർബിന്റെ കൂടുതൽ എങ്ങനെ ഉപയോഗിക്കാന്നാണ് ഈ ഹാവും ഹാസും. അതൊരു ഉണ്ട് തന്നെയാണ്, വെർബ് ഒരു ക്രിയ അല്ലെ. അപ്പൊ വെർബിന്റെ കൂടുതൽ അപ്പൊ അതായത് പോയി എന്നുള്ളത് അല്ലെ. ഇപ്പൊ പോയിട്ടുണ്ട്, ഒരു ഉണ്ട് എന്നുള്ളത് തന്നെ വരുന്നത് അല്ലെ. പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ. അതാ എങ്ങനെയാന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, അത് എന്താണ്? ഹാവ് ഹാസിന്റെ കൂടുതൽ തന്നെ ഹാവ് ഓർ ഹാസ്. ഇതിന്റെ കൂടുതൽ എന്താണ്? V3 ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. വെർബ് മൂന്നാമത്തെ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ V1 V2 V3 അല്ലേ. അപ്പൊ ഒക്കെ നോക്കുക കേട്ടോ. ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് അതൊക്കെ ഒന്ന് നോക്കുക. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കേട്ടോ. അപ്പൊ എന്താണ് ഹാവ് ഹാസിന്റെ കൂടുതൽ എന്താണ്? വെർബാണെങ്കിൽ V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ പറയാ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ നോക്കാം അല്ലെ. ഞാനുള്ളത് എന്താണ്? ഞാൻ ഐ അല്ലെ. ഐന്റെ കൂടുതൽ എന്താണ്? ഹാവ് ആണ് അല്ലെ. അയ്യോ ദേവിന്റെ കൂടുതൽ ഐന്റെ കൂടുതൽ യു ഹാവ് ആണ്. യുവിന്റെ കൂടുതൽ എന്താണ്? ഹാവ് ആണ്. പിന്നെ ദേന്റെ കൂടുതൽ ഹാവ് ആണ്. പിന്നെ വീന്റെ കൂടുതലും ഹാവ് ആണ് അല്ലെ. ഇനി ഷീയും ഷീയും ഇറ്റൊക്കെ ആണെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കുക കേട്ടോ. അതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, അന്ന് മനസ്സിലാക്കുക കേട്ടോ. ടീച്ചർ ഇപ്പോൾ ഒന്നും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അയ്യോ ദേവിന്റെ കൂടുതൽ എന്താണ്? ഹാവും. ഹി ഷീ ഇറ്റ് ഒരാളെ പേരൊക്കെ ആണെങ്കിൽ എന്താണ്? ഹാസും ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്താണ്? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ പറയും? ഞാൻ ഐ അല്ലെ. പിന്നെ എന്താണ്? ഹാവ് ആണ് അല്ലെ. അതിന്റെ കൂടുതൽ ഹാവ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ്. പിന്നെ ടീച്ചിങ്, പഠിപ്പിക്കുക അറിയാം ടീച്ച് അല്ലെ. ടീച്ചിന്റെ V3 ഫോം എന്താണ്? V2 ഫോം ടോട്ട്, V3 ഫോമും ടോട്ട് അല്ലെ. അപ്പൊ ടീച്ച് ടോട്ട് ടോട്ട് അല്ലെ. അപ്പൊ ഐ ഹാവ് ടോട്ട് അല്ലെ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എഴുതിയിട്ടുണ്ട് എങ്ങനെ എഴുതുക? ഐ ഹാവ് റിട്ടൺ അല്ലെ. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ, V3 ഫോം റിട്ടൺ. ദെൻ അവൾ എഴുതിയിട്ടുണ്ട് എങ്ങനെ എഴുതുക? അവൾ എങ്ങനെയാണ്? ഷീ അല്ലെ. ഷീ. ഈ ഷീന്റെ കൂടുതൽ എന്താ വരിക? ഹാവ് ആണ് ഹാസ് ആണോ വരിക? ഹാസ് ആണ് അല്ലെ. അപ്പൊ ഷീ ഹാസ് റിട്ടൺ അല്ലെ. അവൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അവൻ വായിച്ചിട്ടുണ്ട് എങ്ങനെ വരിക? അവൻ. അവൻ ആണെങ്കിൽ ഹി അല്ലെ. ഹീന്റെ കൂടുതൽ ഹാവ് ആണോ ഹാസ് ആണോ വരിക? ഹാസ് അല്ലെ. അപ്പൊ ഹി ഹാസ്. റീഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താ? V3 ഫോം എന്താണ്? എന്താണ്? റീഡ്, റെഡ്, റെഡ് അല്ലെ. സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ വായിക്കുന്നത് നമ്മള് റെഡ് എന്നാ വായിക്കുക അല്ലെ. അപ്പൊ ഹി ഹാസ് റെഡ് അല്ലെ. ഓക്കെ, ദെൻ ഇനി എന്താണ്? അവൻ പോയിട്ടുണ്ട് എങ്ങനെ പറയാ? അവൻ ഹി ഹാസ്. അവൻ എന്താണ്? പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ പോയില്ല ഗോൺ. അപ്പൊ ഹി ഹാസ് ഗോൺ അല്ലെ. ഇനി അവൾ പോയിട്ടുണ്ടെന്നാണെങ്കിലോ? ഷീ ഹാസ് ഗോൺ അല്ലെ. ഇനി എന്താണ്? ഞാൻ പോയിട്ടുണ്ടെന്നാണെങ്കിലോ? ഐ ഹാവ് ഗോൺ. ഓക്കെ, ഐ ഹാവ് ഗോൺ. ദെൻ പിന്നെന്താ വരുന്നത്? ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ വരും? ഐ ഹാവ് ഡൺ അല്ലെ. ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടക്ക് പറയുന്ന വാക്കാ അല്ലെ. ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയില്ല, ഐ ഹാവ് ഡൺ അല്ലെ. പിന്നെ അവൻ കളിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ? അവൻ ആണെങ്കിൽ ഷീ അല്ലെ. സോറി ഹി അല്ലെ. അവനാണെങ്കിൽ ഹി. ഹി എന്താ കളി? ഹാസ്. ഹി ആയതുകൊണ്ട് ഹാസ്. എന്താ കളിക്കുന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ? കളിക്കാനുള്ള പ്ലേ അല്ലെ. പ്ലേ, പ്ലേഡ്, പ്ലേഡ് അല്ലെ. അപ്പൊ ഹി ഹാസ് പ്ലേഡ്. അവൻ കളിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെന്താണ്? അവൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ എഴുതാ? അവൾ എന്നുള്ളത് എങ്ങനെയാണ്? ഷീ അല്ലെ. അപ്പൊ ഷീ ഹാസ്. പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ വരിക? ഷീ ഹാസ്. എന്താ എങ്ങനെ എഴുതാ നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്? ഷീ ഹാസ് സ്റ്റഡീഡ് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? ഇനി സീത പഠിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ എഴുതുക? സീത ഹാസ് സ്റ്റഡീഡ് അല്ലെ. ഇനി രാമു പഠിച്ചിട്ടുണ്ടെന്നാണെങ്കിലോ? രാമു ഹാസ് സ്റ്റഡീഡ് അല്ലെ. രാമു ചെയ്തിട്ടുണ്ടെന്നാണെങ്കിലോ? രാമു ഹാസ് ഡൺ. ഇനി രാമുവും രാധയും അത് പഠിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ എഴുതുക? രാമു ആൻഡ് രാധ ഹാവ് സ്റ്റഡീഡ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ഹാവ് ഹാസിന്റെ കൂടുതൽ V3 ഫോം ആണ് വെർബാണെങ്കിൽ. ഓക്കെ, വെർബാണെങ്കിൽ എപ്പോഴും എന്താണ്? V3 ഫോം ആണ് ഹാവിന്റെ ഹാസിന്റെ കൂടുതൽ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ എന്താണ്? പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ, വായിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉള്ളത് എന്താണ്? ഇങ്ങനെയാണ് വരും കേട്ടോ. ഹാവ് ഹാസ്
പിന്നെ എന്താണ് V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പം ഇത് കുറച്ച് ഭാഗമാണുള്ളത്, ടീച്ചർ കുറച്ച് എടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്താക്കുക, മനസ്സിലാക്കുക. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഓരോ വാക്കുകൾ, ഓരോ വെർബുകൾ നോക്കിയിട്ട് അതിൻ്റെ V3 ഫോം വെച്ച് നിങ്ങൾ തന്നെ എന്താക്കുക, സ്വയം പറയാം. ഒരു എക്സാമ്പിൾ നിങ്ങൾ കമൻറ്റിലേക്ക് കൊടുക്കട്ടോ. ഓരോരുത്തരുടേതായിട്ടുള്ള എക്സാമ്പിൾ എന്താക്കുക, കമൻറ്റിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്താണ് ഈ ഹാവ് ഹാസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുക്കണം, പിന്നെ ഹാവ് ഹാസ് എന്നുള്ളത് കൊടുക്കുക, പിന്നെ V3 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്താക്കുക, സ്ഥിരമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താണ് നമുക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ എന്താണ് പറയാം അല്ലേ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണ് അല്ലേ. ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കൂളിൽ എത്തുമ്പോൾ എന്താണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ, ഐ ഹാവ് ഗോൺ ദർ എന്നൊക്കെ പറയാം അല്ലേ. അതുപോലെ എന്താണ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ എന്നൊക്കെ പറയില്ലേ, ഐ ഹാവ് ഡൺ ഇറ്റ് അല്ലേ. അങ്ങനെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് എന്താക്കുക, നിങ്ങൾ എന്താണ് പഠിക്കുക അല്ലേ. നിങ്ങൾ എന്താക്കുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ എന്തെങ്കിലും വീട്ടിൽ തന്നെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് ഹാവ് ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ആ ഉണ്ട് എന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹാവും ഹാസും അപ്പം തന്നെ നമ്മൾ മനസ്സിലേക്ക് വരിക. എന്നിട്ട് അതിൻ്റെ ആ വാക്ക് എടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, സ്വയം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ടീച്ചർ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായി ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.